നമസ്കാരം. സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ എൻ്റെ സിനിമാ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എൻ്റെ അനുഭവമായി മാറിയ ഒരു സിനിമയെക്കുറിച്ചാണ്. അത്ഭുതം. അത്ഭുതം നവരസങ്ങളിലെ ഒരു രസമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ കേട്ടിരിക്കാം. ഹരീഷ് റാണയ്ക്ക് സുപ്രീം കോടതി ദയാവധം അനുവദിച്ചിരിക്കുന്നു. എന്താണ് ദയാവധം? എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ്? എന്താണ് യൂത്തനേഷ്യ? ഇത് 2006 അതായത് 20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത അത്ഭുതം എന്ന സിനിമയുടെ പ്രമേയവും ഇത് തന്നെയാണ്. അത്ഭുതം ഒറിഗോൺ സ്റ്റേറ്റിൽ, അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റിൽ നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദയാവധത്തെക്കുറിച്ചാണ് ആ സിനിമ. ഇവിടെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കണ്ടത്, സുപ്രീം കോടതി ഹരീഷ് റാണ എന്ന യുവാവിന് മരണ അനുമതി നൽകിയിരിക്കുന്നു. ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് അല്ലെങ്കിൽ യൂത്തനേഷ്യയ്ക്ക് ആദ്യമായി ഭാരതത്തിൽ അനുമതി നൽകിയിരിക്കുന്നു ഹരീഷ് റാണയ്ക്ക്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലും ആ സംഭവം, അല്ലെങ്കിൽ ആ ഒരു വലിയ സത്യം ഇവിടെയും നടപ്പിലാവുന്നു എന്നറിയുമ്പോൾ 2006 ചെയ്ത ആ സിനിമയ്ക്ക് കൂടുതൽ പ്രസക്തി ഏറുകയാണ്. സമൂഹത്തിലെ നവരസങ്ങളാണ് എൻ്റെ നവരസ പരമ്പരയിൽ ഒട്ടുമിക്കതും. കാരണം അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ കഥയാണെങ്കിൽ, ശാന്തം പരസ്പരം വെട്ടുമരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥയാണ്. ബീഭത്സം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആണെങ്കിൽ, അത്ഭുതം യൂത്തനേഷ്യയാണ്, ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് അല്ലെങ്കിൽ ദയാവധം. ഹരീഷ് റാണ സപ്പോർട്ടിംഗ് മെഷീനിലാണ് കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട്. ഈ സപ്പോർട്ടിംഗ് മെഷീൻസ് മാറ്റണം. ഇത് സമൂഹ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ദയാവധം വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ചർച്ചകൾ ലോകത്ത് മുഴുവൻ നടക്കുകയാണ്. അച്ഛനും അമ്മയും മകനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അവൻ്റെ വേദന എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവസാനം സുപ്രീം കോടതിയുടെ മനസ്സലിഞ്ഞ് മകൻ മരിക്കണം എന്നുള്ള അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് മരണവിധി അല്ലെങ്കിൽ ദയാവിധി നടപ്പിലാക്കാൻ സമ്മതിക്കുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചയാണ് അത്ഭുതം എന്ന സിനിമ. അതായത് ദയാവധം നടപ്പിലാക്കുന്നതിന് മുൻപ്, ആ രോഗിയുടെ ദയാവധത്തിന് മുൻപുള്ള 4-5 മണിക്കൂറാണ് അത്ഭുതം എന്ന സിനിമ. ഒറിഗോൺ സ്റ്റേറ്റിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു നാടകകൃത്തായ ചന്ദ്രശേഖര വാര്യർ എന്ന സുരേഷ് ഗോപി ചെയ്യുന്ന കഥാപാത്രം കിടക്കുകയാണ്. ഇതുപോലെ 10-12 വർഷങ്ങളായി വേദന അനുഭവിച്ച് കിടക്കുന്നു. നാട്ടിൽ നിന്നും അച്ഛനും അമ്മയും ബാല്യകാല സുഹൃത്തും അവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തൻ്റെ ഭാര്യയെയും മകളെയും അവസാനമായി കാണണം, തൻ്റെ കാമുകിയെ അവസാനമായി കാണണം. ഒരു നാടകകൃത്തായ അദ്ദേഹത്തിലൂടെ ഏറ്റവും പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഒരു കോമാളി നടനുണ്ട്. ആ നടൻ ആ വേഷത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെയും അവസാനമായി കാണണം. ഇത്രയും പേര് മാത്രമേ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. ഈ സന്ദർശക മുറിയിലിരിക്കുന്ന അതിഥികൾ, അവർ ഒന്നൊന്നായി രോഗിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ രോഗിയുടെ മുറിയും സന്ദർശന മുറിയും തമ്മിലുള്ള ഇടനാഴിയിൽ, അത് തമ്മിലുള്ള ആ ഗ്യാപ്പിലാണ് മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ചെയ്യുന്നത് അനീതിയല്ലേ, ചെയ്യാൻ പാടുള്ളതാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ മുഴങ്ങുന്നത്. അച്ഛൻ വരുമ്പോൾ അച്ഛനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അച്ഛൻ്റെ അറിവോടെയാണോ മകൻ ദയാവധത്തിന് വിധേയനാകുന്നത്? അച്ഛനാകെ അമ്പരന്ന് പോകുന്നു. മകനെ കാണാൻ വേണ്ടി വന്ന അച്ഛനാണ്. ഇതിന് അങ്ങും കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അച്ഛൻ മകൻ്റെ അടുത്തെത്തുമ്പോൾ മകൻ്റെ വേദന അവസ്ഥ കണ്ട്, കാലങ്ങളായി അവൻ അനുഭവിക്കുന്ന വേദന കണ്ട് അച്ഛൻ നിസ്സഹായനാകുന്നുണ്ട്. അച്ഛൻ മകനോട് പറയുന്നുണ്ട്,
നീ വേദന അനുഭവിച്ചാലും ജീവിച്ചിരിക്കണം എന്നുള്ളത് എൻ്റെ സ്വാർത്ഥത. നീ വേദനിക്കാതെ മരിക്കണം എന്ന് നിൻ്റെ സ്വാർത്ഥത. എന്നും എൻ്റെ മകൻ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന അച്ഛനാണ്. അമ്മ വരുന്നുണ്ട്. അമ്മ അറിയുന്നേയില്ല മകൻ ദയാവധത്തിന് കാത്തു കിടക്കുകയാണ്. അമ്മ വരുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ ഇടയിൽ അമ്മ കുഴഞ്ഞു വീഴുന്നുണ്ട്. അവസാനം മകന് വേണ്ടി കൊണ്ടുവന്ന എന്തോ ആഹാരം, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അവന് കഴിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മൂക്കിൻ്റെ അടുത്ത് വെച്ച് അതിൻ്റെ മണം നുകരുന്നുണ്ട്. അമ്മ പറയുന്നത്, ഞാൻ സമ്മതിക്കില്ല, ഈ ദയാവധത്തിന് ഞാൻ സമ്മതിക്കില്ല. KPS ലളിത ചെയ്ത കഥാപാത്രമാണ് അമ്മയുടെ കഥാപാത്രം. അതിനുശേഷം ഭാര്യ വരുന്നുണ്ട്. മകളെ കൊണ്ട് അവസാനമായി ഒരു ഉമ്മ നൽകുന്നുണ്ട്. അവിടെയൊക്കെ ഭാര്യയും പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ മനുഷ്യരാശിക്ക് മുഴുവൻ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. ഈ നാടകകൃത്ത് എഴുതി വലുതാക്കിയ കോമാളി ആ മുറിയിലേക്ക് വരുന്നുണ്ട്. അയാൾ കുറേ നേരം ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി പ്രശസ്തനായി, ലോകപ്രശസ്തനായി, നിങ്ങൾ തകർന്നാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? നിങ്ങൾ ഇന്ന് ഈ ദയാവധത്തിന് വിധേയനായാൽ പിന്നെ നിങ്ങൾ സൃഷ്ടിച്ച എനിക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു അതിഥിയുണ്ട്. അത് ഒരു റെഡ് ഇന്ത്യൻ എന്ന് നമ്മൾ പറയുന്ന അമേരിക്കൻ ഇന്ത്യനാണ്. ആ വേഷങ്ങളോടുകൂടി ആരും അറിയാതെ കടന്നു വരുന്ന ആ ചന്ദ്രശേഖർ വാര്യരുടെ മുന്നിലേക്ക് വന്ന് അയാൾ ചോദിക്കുന്നുണ്ട്, ഈ ഭൂമി മുഴുവൻ, ഞങ്ങളുടെ ഭൂമി മുഴുവൻ മറ്റുള്ളവർ വന്ന് കൈവശപ്പെടുത്തി. അവർ ഞങ്ങളുടെ ഭാഷയും സംസ്കാരവും ആഹാരവും എല്ലാം കവർന്നെടുത്തു. എന്നിട്ടും ഞങ്ങളും ജീവിക്കുന്നില്ലേ? നിങ്ങൾക്ക് മരിക്കാൻ എന്താണ് അവകാശം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് അത്ഭുതമെന്ന സിനിമ നമ്മൾ പറയുന്നത്. അതിൻ്റെ അവസാന രംഗത്തിൽ സപ്പോർട്ടിംഗ് മെഷീൻസ് ഓഫ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പോകുന്ന നിമിഷത്തിൽ തന്നെ കാണാൻ വന്ന എല്ലാവരും ആ ഗ്ലാസ് ജനാലയുടെ അപ്പുറം നിൽക്കുമ്പോൾ എല്ലാ മുഖങ്ങളും ചന്ദ്രശേഖർ വാര്യർക്ക് കാണാം. തന്നെ കാണാൻ വന്ന എല്ലാവരെയും കാണാം. അവരെ കണ്ടുകൊണ്ട് അവസാന നിമിഷം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷമാണ് ആ സിനിമയുടെ ക്ലൈമാക്സ്. അതിലെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. അതെൻ്റെ കാഴ്ചപ്പാടാണ്. ദയാവധത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ അത്ഭുതത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഹരീഷ് റാണയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദയാവധം അനുവദിക്കുന്നതിലൂടെ അത് ശരിയാണോ, ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു. കാരണം അവസാന നിമിഷം വരെ, ശരീരത്തിൻ്റെ അവസാന അംശം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. ശരീരം ഒരു വിഷയമേ അല്ല. 95% ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ലോകത്തിന് ഉതകുന്ന, ലോകത്തിന് ഏറ്റവും സുന്ദരമായ, ലോകത്തിന് ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്യുന്നവരുണ്ട്. ഡിസബിലിറ്റി മാക്സിമം ഉണ്ടായിട്ടും ഹിമാലയ പർവ്വതം കീഴടക്കിയവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ മനുഷ്യരാശിക്ക് അവൻ്റെ പ്രതീക്ഷയ്ക്കുള്ള മങ്ങലാണോ ഈ വിധി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ നിലനിൽക്കുന്നത് ഹോപ്പ് എന്ന എലമെൻറ്റിലൂടെയാണ്, പ്രതീക്ഷ. ഈ പ്രതീക്ഷ എന്ന എലമെൻറ്റിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഭംഗം സംഭവിക്കുന്നത്? ഈ ഒരു യൂത്തനേഷ്യ അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയിലൂടെ, അതിൻ്റെ വിധിയിലൂടെ അല്ലെങ്കിൽ ആ ചോദ്യത്തിലൂടെ ഈ സിനിമ അത്ഭുതം തീർച്ചയായും മലയാള സിനിമയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. കാരണം നവരസങ്ങളെക്കുറിച്ച് സിനിമ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരിക്കലും സമൂഹത്തിൻ്റെ നവരസങ്ങളാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ആദ്യ സിനിമ തിരഞ്ഞെടുത്തത് കരുണമാണ്. കരുണത്തിൻ്റെ പ്രമേയം ഈ പറഞ്ഞതുപോലെ അവഗണിക്കപ്പെടുന്ന, 2000 ആ സിനിമ ചെയ്യുമ്പോൾ ഓൾഡ് ഏജ് ഹോമുകൾ കുറവായിരുന്നു കേരളത്തിൽ. ഇന്ന്
2026 ആയപ്പോഴേക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓൾഡ് ഏജ് ഹോമുകളാണ്. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഓരോ സിനിമകളും ചെയ്തത്. അത്ഭുതവും മറ്റൊരു ചോദ്യമാണ്. ദയാവധം വേണോ വേണ്ടയോ?